ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 4 ആണ്. നുവാവും സണ്ണും കൂടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് വെച്ചല്ലേ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് രണ്ടുപേരും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. ആദ്യം എഴുന്നേക്ക് നമ്മുടെ നുവ നോക്കുമ്പോഴേക്കും സണ്ണ് നല്ല ഉറക്കമാണ്. ഉടനെ പെട്ടെന്ന് ഇവൻ എന്തോ കത്തും. അയ്യോ നമ്മുടെ മുഖമൊക്കെ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാതെ പറഞ്ഞ മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സണ്ണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നുവ ഭയങ്കര ക്യൂട്ടായിട്ട് ഉറങ്ങുന്നത്. എങ്ങനെ തോന്നാതിരിക്കും, മേക്കപ്പ് ചെയ്തിട്ടല്ലേ കിടന്നുറക്കുന്നത്. ഉടനെ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ഇത്രയും ക്യൂട്ടായിട്ട് ഇരിക്കുന്ന കണ്ടത് സ്ക്രീനിൽ കൂടെ അവന്റെ ലിപ്പിലും കവിളിലും ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നുവ എഴുന്നേക്കും. പെട്ടെന്ന് നുവ എഴുന്നേറ്റപ്പോഴേക്കും ഇവൻ പേടിച്ചെന്ത് ചെയ്യും, ലാപ്ടോപ്പ് അങ്ങ് ക്ലോസ് ചെയ്യും. അവന് മനസ്സിലായി കാണത്തില്ല, എന്നാലും ഇവൻ പെട്ടെന്ന് കള്ളത്തരം ചെയ്തോണ്ടിരുന്നോണ്ട് ഇവൻ ലാപ്ടോപ്പ് അടയ്ക്കും. ലാപ്ടോപ്പ് അടച്ചു കഴിഞ്ഞ് ഭയങ്കര നാണാണ്. ലാപ്ടോപ്പ് വീണ്ടും തുറന്നവനെ കാണണമെന്നുണ്ട്, എന്നാലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെറുക്കനിരുന്ന് ഭയങ്കര നാണമാണ്. ഇവിടെ നേരെ സിങ്ങട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം ട്യൂഷൻ പഠിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. ഉടനെ സണ്ണാണെങ്കിൽ നുവാട് പറയും, നീ ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സൂപ്പർ ആണെന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നുവ പറയും, ഞാൻ നല്ലൊരു സ്റ്റുഡന്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയേ അതുകൊണ്ടൊന്നുമല്ല, ഞാൻ നല്ലൊരു ടീച്ചറാണ്, നിന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സൺ പറയുന്ന ഇതൂടെ പഠിക്കുന്നു പറഞ്ഞിട്ട് എന്തോ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സണ്ണിന് ഒരു കോള് വരും. കോള് വന്നത് അവൻ ഒരുപാട് പറയും, ശരി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി എന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. വിളിച്ചാരെന്ന് വെച്ചാൽ അവന്റെ ബ്രദറാണെന്ന് തോന്നുന്നു. അവന്റെ പോക്കറ്റ് ആരോ അടിച്ചോണ്ട് പോയി, അതുകൊണ്ട് അവന്റെ പൈസ ഒന്നുമില്ല, നീ എനിക്ക് പൈസ അയച്ചാന്ന് പറയും. ഇത് കേട്ടത് ഇവൻ പറയും, എന്റെ പൈസ ഒന്നും ഇല്ലടാ, നീ വേറെ ആരോടെങ്കിലും ചോദിക്കുമെന്ന് പറയും. കറക്റ്റ് മലയാളികളുടെ പോലെ. സാധാരണ മലയാളികളുണ്ടല്ലോ, നമ്മള് കടം ചോദിച്ചോണ്ടേനെ ഷോ എന്റെ കൈ ചെലവായി ഇപ്പൊ ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. അതുപോലെ ഇവൻ പറയും, എന്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറയും. ഇത് കേട്ടത് അനിയൻ പറയും, ഉടനെ അനിയനാന്ന് തോന്നുന്നു. ബ്രദർ പറയും, എനിക്കറിയാം നീ ഒരു ചെറുക്കനെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടോ, അവൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്, കാശുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് പൈസ തരാൻ പറയും. ഇവന് പൈസ കൊടുത്തപ്പോ ഇവന് ഭയങ്കര സങ്കടമാണ്. കാര്യം വെച്ചാൽ ഇവൻ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഈ പൈസ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കോള് വെച്ചിട്ട് തിരിച്ച് വന്ന് നുവാട് തിരുന്നിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കും, തവണേ ആ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. നമ്മുടെ പട്ടായി പോകുന്ന പൃഥ്വിരാജിനെയൊക്കെ പോലെ ഇവരങ്ങോട്ട് ഒത്തുവരുന്നില്ല സമയം. ഇവനിങ്ങനെ സങ്കടപ്പെടുന്ന മൂഡ് ഓഫ് ആകുന്നതൊക്കെ നമ്മുടെ നുവ ശ്രദ്ധിച്ചിട്ട് ചോദിക്കും, എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഒന്നും ഇല്ലാന്ന് പറയും. ഉടനെ ഇവന്റെ മൈൻഡ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ഇവൻ ഷോക്കായിട്ടിരിക്കുന്നതിന് ഉടനെ നുവ പറയും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്, ഞാൻ സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വയറുവേദന എടുക്കും, നമുക്ക് പോയി ഫുഡ് കഴിച്ചാലെന്ന് ചോദിക്കുമ്പോഴേക്കും സൺ പറയും, ഞാൻ വരുന്നില്ല, നീ പോയി കഴിച്ചോന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നുവ പറയും, ഇവിടെ അതിന് ജോലിക്കാരൊന്നുമില്ല, എല്ലാരും ലീവാണ്, നീ എനിക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ പറയും എനിക്കങ്ങ് വയ്യാന്നൊക്കെ പറയും. പിന്നെ പറയും, ഞാനിതിന് 2000 രൂപ ചാർജ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നുവ പറയും, ശരി ഞാൻ നിനക്ക് പൈസ തരാം, നീ പോയി കുക്ക് ചെയ്ത് താന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിടും. സണ്ണാണെ പോയി നൂഡിൽസ് കുക്ക് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ നുവ ആണെങ്കിൽ ഫുഡ് കൊണ്ടുപോവാന്ന് പറഞ്ഞ് ടേബിളിൽ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് നൂഡിൽസ് ഒക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ സണ്ണ് എടുത്തോണ്ട് വന്ന് കൊടുക്കും. സണ്ണ് വന്നതും ഉടനെ നുവ പറയും ഇരിക്കുന്ന പറയുമ്പോ ഇവനും കൂടെ ഇരിക്കും. ഉടനെ നുവ ചോദിക്കും, നീ ഇപ്പൊ എങ്ങനെ ഉണ്ട്, ബെറ്റർ ആയോ, ഫീലൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ ഓക്കെ ആണെന്ന് പറയും. സത്യത്തിൽ നുവ പാവമാണ്. അതായത് ഇവനിപ്പം അത്രയും പൈസയുടെ ഷോർട്ടേജ് വന്നപ്പോ ഇവന് ഭയങ്കര സങ്കടമായല്ലോ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും, ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ആ പൈസയും തിരിച്ചു കൊടുക്കും. അവന്റെ ഫീല് കുറച്ചും കൂടെ ബെറ്റർ ആകും ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടൊക്കെ വരുമ്പോ. അതിനുവേണ്ടിയാണ് ഇവൻ അങ്ങനെ വേണം, എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞത്. സണ്ണുണ്ണെ പറയും, ഫുഡ് റെഡിയായി കഴിക്കുമെന്ന് പറയും. ഉടനെ നുവ പറയും, നിന്റെ ഫീലൊക്കെ ബെറ്റർ ആയെങ്കിൽ നീ ചിരിച്ചാലേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറയും. ഉടനെ നമ്മുടെ സണ്ണെന്ത് ചെയ്യുമ്പോ അതൊക്കെ ചിരിക്കും. ഉടനെ നുവ പറയും, അങ്ങനെയല്ല, നന്നായിട്ട് ചിരിക്കുക എന്ന് പറയും. ഇവനോ ഒരു കിളിയില്ലാത്ത ഇവ പറയുന്ന കേട്ടുണ്ട് അവനും ചിരിക്കാനിരിക്കുക. സണ്ണ ഇരിച്ചെന്ന് പറയും, ഇങ്ങനെയല്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് നുവ കാണിച്ചു കൊടുക്കും. ഉടനെ അവനും ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞത് നമ്മുടെ നുവ ആരമ്മോൻ. ഉടനെ നുവ പറയും, നീ ഇപ്പൊ ചിരിച്ചപ്പോഴാണ് ഈ ലോകം മുഴുവനും വെട്ടം വീണ പോലെ എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നെ ഓഴിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മറ്റേ കാട്ടുകോഴിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഈ ചെറിയ സാധനത്തിനെ ഇങ്ങനെ തോന്നിയാലോ, അപ്പൊ പുറകെ വരുന്നതിനൊക്കെ എന്ത് പറയും, നമുക്ക് പോയി നോക്കാം. അതായത് ഇത്ര നാൾ അവന്റെ വേൾഡ് മുഴുവനും ഇരുട്ടായിരുന്നു. ഇപ്പൊ ഇവൻ ചിരിച്ചപ്പോഴേക്കും ശകലം വെട്ടം കിട്ടി. ആ ടോർച്ച് വെട്ടത്തിലൂടെയാണ് അവൻ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. എന്ത് പറയാനാ ഇവനെയൊക്കെ ഈ ഡയലോഗ് എഴുതുന്നവരൊക്കെ ഒരു കാര്യം. സത്യം പറഞ്ഞ ഇവന്മാരെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എടുത്തു വെക്കുക എന്നായിരിക്കും ഡയറക്ടർ ഉദ്ദേശിച്ചത്. പക്ഷെ ഭയങ്കര കോമഡി ആയിട്ടുണ്ട് ഇവന്മാർ പറയുന്ന ഡയലോഗ്. നമ്മുടെ നുവ എന്താ പറഞ്ഞത്, അവൻ ഫുഡ് കഴിക്കണമെങ്കിൽ സണ്ണ് ചിരിക്കണമെന്ന് പറഞ്ഞത്. സണ്ണിപ്പൊ ചിരിച്ചല്ലോ. ഉണ്ടായാലും സണ്ണ് പറയും ഫുഡ് കഴിക്കുന്നു പറയുമ്പോഴേക്കും നമ്മുടെ നുവ കഴിക്കാൻ നേരം നുവ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സണ്ണിന് ഇങ്ങനെ മണമൊക്കെ അടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ വരുമല്ലോ. ഇത് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ, വേറെ ആൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ നോക്കില്ല. അങ്ങനെ നിൽക്കുവാണ്. ഉടനെ ഇങ്ങനെ നുവ ഇങ്ങനെ കഴിക്കുന്ന കണ്ടതും സണ്ണ്
സണ്ണിങ്ങനെ നോക്കുമ്പോ നുവ ചോദിക്കും വേണോന്ന് ചോദിക്കുമ്പം സണ്ണ് പറയും വേണ്ടാന്ന് പറയും. വേണ്ട എനിക്ക് വിശക്കുന്നില്ല കഴിച്ചോന്ന് പറയും. പിന്നെ നുവ ചോദിക്കും വേണോന്ന് ചോദിക്കും പറയും വേണ്ടാന്ന് പറയും. പക്ഷെ ഇവന് കഴിക്കണമെന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവന്റെ വയറ് ഇങ്ങനെ കൂറുമ്പോഴേക്ക് നുവാക്ക് മനസ്സിലാവും ഇവന് ഫുഡ് വേണോന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കൊടുത്തിട്ട് പറയും കഴിച്ചോന്ന് പറയും. ഫുഡ് അങ്ങോട്ട് താഴോട്ട് വെച്ചത് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ തന്നെ ഇവൻ വന്ന് വാരി വലിച്ച് തിന്നോണ്ടിരിക്കും. നുവ ഇവനെ നോക്കുന്ന കാണണം. വേണ്ടെന്ന് പറഞ്ഞിട്ട് പാത്രത്തെ അന്തരീക്ഷത്തിൽ നിൽക്കുവാണല്ലോടെ എന്നുള്ള രീതി. എന്നിട്ട് താഴോട്ട് വെക്കാൻ പോലും ഇവൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് അവൻ കഴിക്കാൻ തുടങ്ങി. സണ്ണ് ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അതും നോക്കിയിരിക്കുകയാണ് നുവ. ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ ചുണ്ടിലൊക്കെ പറ്റും. ഉടനെ തന്നെ കാട്ടുകോഴി ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ. അപ്പൊ തന്നെ ഓടിച്ചെല്ലും. ചെന്നിട്ട് തീ തള്ളവല്ല് കൊണ്ട് ചുണ്ടൊക്കെ തുടച്ചിട്ട് ആ കൈ അതേപോലെ തന്നെ എടുത്ത് ഇവന്റെ വായു. സത്യമായിട്ട് എനിക്കിത് കണ്ടപ്പോ ഓർമ്മ വന്നെന്ന് പറയുന്നത് മൈക്രേഷനകത്ത് വിൽസൺ കേക്ക് മേടിച്ചുകൊണ്ട് തന്നിട്ട് മ്യൂറന്റെ ലിപ്പ് അടിച്ച് വായുകത്തില്ല. എനിക്ക് ആ സീൻ ഓർമ്മ വന്നത്. ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കത്തിക്കാണും. ആർക്കൊക്കെ ഈ സീൻ കത്തിയെന്ന് കമന്റ് ചെയ്യട്ടെ. ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാലോ. അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ മൈ പ്ലേലിസ്റ്റ് കയറി മൈ ക്രഷ് കാണുക. സൂപ്പർ ഡ്രാമയാണ്. എനിക്ക് ചാൻസ് കിട്ടുമ്പോ അല്ല ഈ ഡ്രാമയുടെ കാര്യം പറയാറുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്തുമാത്രം ഡ്രാമ വന്നു. പക്ഷെ മൈ ക്രഷ് പോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രാമ, അതുപോലെ തന്നെ മ്യൂറനെ വിൽസനെ പോലെ എനിക്ക് ഇഷ്ടം വേറെ ആരോടും തോന്നിയിട്ടില്ല. അതിനുശേഷം എനിക്ക് പിന്നെ ഒരു ക്രഷ് അടിച്ചത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലെ ചാനും ടിന്നിനെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് നേരെ സീരിയസ് വരാം. ഇങ്ങനെ നുവ തുടച്ചത് നമ്മുടെ സണ്ണാണ് ഭയങ്കര ഷോക്കായിട്ടിരിക്കുവാണ്. ഇവനാണെ കൈയെടുത്ത് വായി വെച്ചിട്ട് പറയും ഡെലീഷ്യസ് ഒന്ന്. എന്റെ പൊന്നട എനിക്ക് വയ്യടാ, നിന്നെ ഞാൻ എന്ത് ചെയ്യണം. ഇവനിങ്ങനെ പറഞ്ഞത് നമ്മുടെ സണ്ണാണ് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കോ, ഒന്നും മിണ്ടുന്നില്ല. ഉടനെ നുവ വീണ്ടും പറയും ഞാൻ വിചാരിച്ച് നിനക്ക് ഫുഡൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടമൊന്നും ഇല്ലായിരിക്കും, അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും നീ എന്ന്. നമ്മൾ സ്ഥിരമായിട്ടൊരു ആളുമായിട്ട് മാത്രം ഫുഡ് ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൂടുതൽ അടുക്കുമെന്ന്. അതായത് ഒന്നും രണ്ടാണ്, നമ്മൾ രണ്ടും ഒന്നാണ് ഫാത്തിമ. ആ ഒരു സെറ്റപ്പ് ചെറുക്ക് പറയും. ഇവൻ ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സണ്ണിന്റെ ഒരു റിയാക്ഷൻ കാണണം. നടക്കട്ടെ, നീ നിന്നെക്കൊണ്ട് അത്ര പറ്റുന്നത്ര മാക്സിമം പഞ്ചാര നീ അടിക്ക്. നീ എവിടം വരെ ഈ ലെവല് വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ യാതൊരു ഇതില്ലാതെ ഇവന് ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നത്. സണ്ണിന്റെ മുഖം കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഇവിടെ നേരെ ഇങ്ങോട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ സണ്ണും ഡോവും കൂടെ ബാറിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഡോവിനെ മറന്നിട്ടില്ലല്ലോ അല്ലെ? ഡോവാണ് നല്ലതായിട്ട് വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നല്ലോ. നിന്റെ മുഖത്തെ പാടൊക്കെ മാറിയല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വല്ലതും ചെയ്തോ നീ? നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ എന്തോ മനസ്സിൽ വെച്ച് ചോദിച്ചാന്നില്ല, ഞാൻ നാച്ചുറൽ ആയിട്ട് ചോദിച്ചതാ. ചിക്കൻ ബോസ് ഒക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. രണ്ടുപേരും കൂടെ ബാറി വന്ന് നിന്ന് അവിടെ പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് കൊച്ചു പിള്ളേർ കണക്ക് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അയ്യോ, ഈ ഡാൻസ് സത്യം പറഞ്ഞാൽ ഡോവിന്റെ ഡാൻസ് കാണാൻ നല്ല രസമുണ്ട്. രണ്ടുപേരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പുറകെ കൂടെ ആര് വരും? നമ്മുടെ നുവ വരും. നുവ അതൊരു പോകുമ്പോ സണ്ണ് അവിടെ ഇരിക്കുന്ന കണ്ടതും പെട്ടെന്ന് അവന് കത്തും. പിന്നെ മറ്റേ കിങ് ലെയറിലെ ദിലീപിനെ പോലെ തല മുതൽ കാല് വരെ ഉടായിപ്പ. ഒട്ടനെ തന്നെ കത്തും. എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കിടവല്ലോ. ഉടനെ അപ്പുറം വഴി കറങ്ങി ഇപ്പുറത്ത് വന്നിട്ട് വെള്ളം അടിച്ച് കിറങ്ങുവരെ പോലെ നേരെ വന്ന് ഡോവിന്റെ പുറത്തോട്ട് വീഴും. ഡോ ഈ ഇതാരാണ് ഇത് പറഞ്ഞിട്ട് അവൻ ഞെട്ടി ചാടി എന്നിട്ടും സണ്ണ് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇത് വന്ന് വീണ് കിടക്കുന്നത് ആരാ? നമ്മുടെ നുവ വന്ന്. ഉടനെ തന്നെ പറയും ഡോ നീ ഇങ്ങോട്ട് മാറി ഞാൻ നോക്കിക്കൊള്ളത് പറഞ്ഞിട്ട് അവിടുന്ന് ചാടി ഇപ്പുറത്ത് വന്നിരിക്കും. ഒരു ചെറുക്കൻ വന്ന് അങ്ങോട്ട് ഇരുന്നത് ഈ സണ്ണ് പെട്ടെന്ന് ചാടി ഇപ്പുറത്ത് വന്നിരിക്കുന്ന കണ്ടോണ്ട് ഡുവാക്ക് ഡൗട്ട് വന്നിട്ട് ചോദിക്കും ആരാടാ അതെന്ന് ഇങ്ങനെ ആഷൻ ചോദിക്കും. ഉടനെ ആഷനിൽ തന്നെ നമ്മുടെ സണ്ണ് പറയും എനിക്കറിയത്തില്ല എന്ന് പറയും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയും നീ ഇങ്ങനെ ആരും അറിയാത്ത ആൾക്കാരൊന്നും അടുത്തുപോയി നീ ഇരിക്കരുത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നത് എന്ന് പറയും. കാരണം അവന് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ റിലേഷൻഷിപ്പില് അത് പ്രശ്നമാവല്ലോ, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നതാന്ന് പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ നുവാക്ക് അറിയാലോ, നുവ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, ചുമ്മാ ആക്ഷൻ അല്ലേ. നുവ ഉടനെ ഹായ് ടീച്ചേഴ്സ് ആണ്, നിങ്ങളെപ്പോ വന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും ഡൂവിന്റെ മുഖം കാണാൻ അവന് മനസ്സിലായി ഇവൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും സത്യം പറഞ്ഞ ആരാടാ ഇതെന്ന് ചോദിക്കും. എടാ നീ കാര്യമുള്ള കാര്യം നീ അങ്ങോട്ട് പറ, നീ ടൂട്ടറാണെങ്കിൽ അവൻ കോച്ചാ, നീ അത് മറക്കരുത്. ചിക്കൻ ബോസ് വന്നിട്ട് സിക്കായി കിടന്നപ്പോ പോലെ അടങ്ങി ഇരിക്കാത്ത ചെറുക്കൻ, അവന്റെ അടുത്ത് നിന്റെ വെളച്ചിലൊന്നും എടുക്കണ്ട, നീ മര്യാദക്ക് കാര്യം പറ. ഡൂ ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് സണ്ണ് പറയാം എടാ ഞാൻ ട്യൂഷൻ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ ചെറുക്കനെയാണ് എന്ന് പറയും. ഉടനെ നമ്മുടെ ഡൂ എന്ത് ചെയ്യും, വെള്ളം അടിച്ച് കിറങ്ങിയിരിക്കുന്നവരെ പോലെ തന്നെ പറയും ടീച്ചേഴ്സാണ്, ഞാനിപ്പോ എവിടെയാ, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകോ പ്ലീസ് എന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് പറയും ശരിയടാ നീ ചെല്ല്, നീ അവനെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവരുടെ കൂടെ ഞാൻ പൊക്കോളാം, നീ ഇപ്പൊ ഇവനെ കൊണ്ടാക്കെന്ന് പറയും. ഇത് കേട്ടത് സണ്ണ് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂനെ വിളിച്ചോണ്ട് അവിടുന്ന് പുറത്തു വരും. പുറത്തു വന്നത് ന്യൂ ആണ്, ഭയങ്കര നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്പരും. ഒട്ടനെ അവിടെ താട്ടിരുന്നിട്ട് പറയും ടീച്ചേഴ്സാണ് നമുക്കിപ്പോ പോകണ്ട, ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കറക്റ്റ് ബോധമില്ലാത്തവരെന്തൊക്കെ കാണിക്കുക അതുപോലെ തന്നെ കിടന്ന് കാണിക്കുക. ഇത് കണ്ടതും സണ്ണ് എന്ത് വിചാരിക്കും ഇവൻ
ബോധമില്ലാതെ പറയാന്ന് വിചാരിച്ചിട്ട് പറയും ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കും. നീ ഇപ്പൊ എന്റെ കൂടെ വാ, ഞാൻ ഇനി വരുമ്പോ നിന്നെ ഉറപ്പായിട്ടും കൊണ്ടുവരാം, പ്ലീസ് നീ ഇപ്പൊ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് ഭയങ്കര സമാധാനത്തിൽ ഇവനെ വിളിക്കും. ഉടനെ ന്യൂ പറയും ഞാൻ വരണമെങ്കിൽ എന്നെ എടുത്തോണ്ട് വേണമെന്ന് പറയും. ഇവനപ്പം പുറത്ത് കയറ്റാനായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ന്യൂ എന്ത് ചെയ്യും, മനഃപൂർവ്വം കയറത്തില്ല. കുറെ നേരമൊക്കെ ശ്രമിച്ചിട്ട് നമ്മുടെ സണ്ണൻ തിരിഞ്ഞിട്ട് ഫ്രണ്ട് വഴി എടുക്കും. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ എടുക്കും. അയ്യോ, ന്യൂവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. എന്ത് സുഖമുള്ള ഏർപ്പാടല്ലേ ഈ പ്രായത്തിൽ നമ്മൾ ഒരാളെ എടുത്തോണ്ട് പോവാന്ന് പറയുന്നത്. നമ്മളൊക്കെ തലയിറങ്ങി വീണാൽ പോലും ആരും എടുക്കത്തില്ല. ന്യൂ ആണെങ്കിൽ മറ്റേ കച്ചകെട്ടി ഇറങ്ങിയിരിക്കും, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ടാണ്. കേറി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ പറയും ഈ പിടിവാദം പിടിച്ച ചേർക്കാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിനെ കിസ് ചെയ്യാൻ വരും. സണ്ണാണെങ്കിൽ ഭയങ്കര ഷോക്കിലിരിക്കുക. അതുപോലെ തന്നെ സന്തോഷമുണ്ട്, കിട്ടിയതല്ലേ ചുളുവിന്. പക്ഷെ ഇവൻ കിസ് ചെയ്യാൻ വരുന്ന രീതി അടുത്ത് വന്നിട്ട് തലയിറങ്ങി അവന്റെ ദേഹത്തോട്ട് തന്നെ വിടും. നമ്മുടെ സണ്ണിന് എങ്ങനെ ഉണ്ടായിരിക്കാണ്, വെറുതെ ഇരുന്നതിനെ വിളിച്ചിട്ട് ഇലയിട്ടിട്ട് ഓടില്ല എന്ന് പറയുമ്പോ കിട്ടുന്നൊരു ഫീല് അവരാണ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. മോഹമൊക്കെ കാണണം. സത്യം പറഞ്ഞ ഈ സീൻ ഫുള്ള് കാണാൻ നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടാണ്. രണ്ടുപേരെയും കാണാൻ നല്ല രസമല്ല. അതുപോലെ നമ്മുടെ ന്യൂവാടെ ഡ്രസ്സിങ്ങും ഒക്കെ സൂപ്പർ. അവൻ എടുത്തോണ്ട് വരുന്ന പോർഷൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല ക്യൂട്ട്, കാണാൻ നല്ല രസമുണ്ട്, റൊമാൻസ്. പക്ഷെ സണ്ണിന്റെ കാര്യമാണ് പാവമുണ്ട്, ഇവനെ തൂക്കിക്കൊണ്ട് നടക്കട്ടെ. ഇങ്ങനെ നുവാനെ എടുത്തോണ്ട് നടന്നോണ്ട് പോകുമ്പോ നുവ പറയും ടീച്ചർ സൺ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാന്ന് പറയും. ഇത് കേൾക്കുമ്പോ സണ്ണ് പറയും ഞാനല്ല നീയാ ക്യൂട്ട് എന്ന് പറയും. സണ്ണ് ഭയങ്കര ക്യൂട്ടാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂട്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒടുക്കത്തെ ക്യൂട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാനാ. സണ്ണാണ് ഇവനെ എടുത്തോണ്ട് ഇതുപോലെ തന്നെ അവന്റെ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് ബെഡിൽ കൊണ്ട് കിടത്തും. സണ്ണിന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കുറച്ചങ്ങോട്ട് എടുത്തോണ്ട് വന്ന് ടാക്സി വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയ പോരെ. അവൻ അവിടുന്നേ ബാറിന്നേ വീട് വരെ കൊണ്ടുവന്നിരിക്കുന്നു. ഓട്ട മറ്റേ കഥയിൽ ചോദ്യം ഇല്ലല്ലോ, നമുക്ക് ഇത് റൊമാൻസ് ആയിട്ടങ്ങ് കാണാം. സണ്ണെന്തെയും നുവാനെ പെട്ടി കിടത്തിട്ട് പറയും എന്നാ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ വരുമ്പോഴേക്കും നുവ പെട്ടെന്ന് കൈ പിടിച്ചിട്ട് പറയും പോകല്ലേ, നീ എന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നു പറയും. ഇത് കേട്ടത് സണ്ണൊന്നെ പറയും നീ ഒരുപാട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് നീ കിടന്ന് ഉറങ്ങുമെന്ന് പറയും. ഉടനെ നുവ പറയും നീ ചിരിച്ചാൽ നല്ല രസാ കാണാൻ, നീ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം, അത് മാത്രല്ല എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് ഇങ്ങനെ മുഖത്തൊക്കെ ടച്ച് ചെയ്തിട്ട് പറയും ഈ സ്റ്റുഡന്റിന് ഈ ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. എന്നിട്ട് വെറുതെ കൈയൊന്നും അടക്കി വെക്കത്തില്ല, വെറുതെ ഇങ്ങനെ കൈയൊക്കെ ഓടിച്ച് നമ്മുടെ സണ്ണിന്റെ ലിപ്പിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കുക. ഇവന്റെ കൈ ഇങ്ങനെ മുഖത്ത് തൊടുന്നതനുസരിച്ച് സണ്ണിനാണെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും, അവനങ്ങ് കിസ് ചെയ്യും കയ്യിൽ. അവൻ വെള്ളം അടിച്ചിരിക്കുകയല്ലേ, നാളെ ഇതൊന്നും ഓർമ്മ കാണത്തില്ലല്ലേ, എങ്ങനെ കയ്യിൽ കിസ് ചെയ്തിട്ട് രണ്ടുപേരും കുറച്ചു നേരം നോക്കുമ്പോഴേക്കും സണ്ണിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നുവ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ, തന്നപ്പോഴേക്കും കിസ് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ലിപ്പിന്റെ അടുത്ത് വന്ന് ഓൾമോസ്റ്റ് ഇപ്പൊ കിസ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നുവ എന്ത് ചെയ്യും അങ്ങ് ഉറങ്ങി വീഴും. ഈ എന്റെ പൊന്നിയുടെ നീ ചതിയായിപ്പോയി ചെയ്തത്, ഇവൻ അഭിനയിക്കുവാണോ ശരിക്കും ഉറങ്ങിയതാണോ അറിയത്തില്ല, എന്നാലും ചെയ്തത് തെറ്റായിപ്പോയി. ആ ചെറുക്കനെ വിളിച്ചു വരുത്തി ഇത്രയും മോഹിപ്പിച്ചിട്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എന്ത് പറയാനാ, സണ്ണിനാണെങ്കിൽ വീണ്ടും കിസ് ചെയ്യണമെന്നുണ്ട്. നുവ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോ സണ്ണിന് ഭയങ്കരമായിട്ട് ഇങ്ങ് സങ്കടവും. കിസ് ചെയ്യാൻ വന്നേലേ, അവനും ഇങ്ങനെ വിളിച്ചു നോക്കും. ഹേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇവൻ അനങ്ങുന്നില്ല. അപ്പൊ അവൻ ഉറങ്ങിയെന്ന് മനസ്സിലാവും. എന്നാലും കിസ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത് വന്നിട്ട് കിസ് ചെയ്യണമെന്നാ. പക്ഷെ പിന്നീട് ഓർക്കും അവൻ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഒന്നാമത് അവന് ബോധവും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, അവന്റെ മൂക്കിൽ രണ്ടു വട്ടം ഇങ്ങനെ വരച്ചിട്ട് നേരെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കും. എന്നിട്ട് പറയും എന്റെ വാശിക്കാരനായ സ്റ്റുഡന്റിന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണ്ണ് അവിടെ ഇങ്ങോട്ട് പോരും. വീട്ടിൽ വന്നത് സണ്ണ് ഭയങ്കര ഖുഷിയാ, ഫുൾ ലവ് മൂഡാണ്. വന്നതും ജനലയിലാണെങ്കിൽ ടീച്ചർ സണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമാണ്, ക്യൂട്ടാണ് ആ നെയിം എന്ന് ന്യൂ പറഞ്ഞിട്ടില്ല. ഇനി ടീച്ചർ സണ്ണ് എന്നൊക്കെ ജനലില് ചില്ലിലൊക്കെ എഴുതി വെക്കും. എന്നിട്ട് നമ്മുടെ ന്യൂവാടെ ഒരു ഷർട്ട് ഉണ്ടല്ലോ, ആ ബ്ലൂ കളറിന്റെ ഷർട്ട് എടുത്ത് അതിനെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, ചിരിക്കുന്നു, മറിയുന്നു, ബെഡിൽ കിടന്ന് ഉരുളുന്നു. ഭയങ്കര സന്തോഷം കൊണ്ട് ചെറുക്കനാണെങ്കിൽ വയ്യ, മറ്റേ നിലത്തും താഴെയൊന്നുമല്ല, ചെറുക്കൻ എന്തോ സെറ്റ് ആയ പോലെയാ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജിലാണ്. നമ്മുടെ പുട്ടും സണ്ണും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും അതുവഴി നുവ പോവും. നുവാണ് ജസ്റ്റ് അതുവഴി നടന്നു പോകും, മൈൻഡ് ചെയ്യാതെ. സണ്ണിനാണ് നുവാനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നുവാടെ പുറകെ പോകും. നുവാണ് നേരെ ലൈബ്രറി ചെന്നിട്ട് ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നീളമില്ലല്ലോ, അപ്പൊ ഇത് കുറച്ച് പൊക്കത്തായിരിക്കും. ഈ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവനിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ അവന് പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് സണ്ണ് പുറകെ കൂടെ വന്നിട്ട് ആ ടെസ്റ്റ് എടുത്ത് കൊടുക്കും. ഇത് കണ്ടതും തിരിഞ്ഞു നോക്കുമ്പോൾ സണ്ണാണെന്ന് കണ്ടപ്പോൾ നുവാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കും. താങ്ക്സ് പറഞ്ഞിട്ട് പറയും ഓ ഇന്ന് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറയും. ഇത് കേട്ടത് സണ്ണിന് ഭയങ്കര നാണാണ്. ഉടനെ നുവ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, കൈയെടുത്തവന്റെ നെഞ്ചി വെച്ചിട്ട് കോട്ടിനകത്തൂടെ കൈയിടും. ഇങ്ങനെ തൊട്ട് സണ്ണിന്റെ മുഖമൊക്കെ മാറി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. പറയും ഇപ്പം കാണുന്ന രസമുണ്ട്, പക്ഷെ ഇന്നലെ രാത്രി നല്ല നീറ്റായിരുന്നു എന്ന് പറയും. ഇത് കേട്ട പാതി നമ്മുടെ സണ്ണാണ് ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ഇവന് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, വെള്ളം അടിച്ച സാധാരണ പിറ്റേ ദിവസം ഓർമ്മ കാണത്തില്ലല്ലോ. അപ്പൊ ഇവനിതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്കായിട്ട് നിന്നിട്ട് ഇവൻ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിയിട്ട് വയ്ക്കും. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. സണ്ണിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. നുവാണ് ഒന്നും വേണ്ടത്തില്ല, ഇവനിങ്ങനെ പേടിച്ചിരിക്കുന്നതിന് കുറച്ചു നേരം നോക്കും. ഇവന് ചിരി വരുന്നുണ്ട്. എന്നിട്ട് പറയും ഓർമ്മയില്ല, പക്ഷേ സെക്യൂരിറ്റി പറഞ്ഞു നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞ
കാണാന്ന് പറയും. ഇത് കേൾക്കുമ്പോ സണ്ണിന്റെ മുഖം കാണാം പാടെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മുഖമാണ്. ഉടനെ നുവ പറയും ശരി എന്നാ വൈകിട്ട് നമുക്ക് ബെഡ്റൂമിൽ കാണാന്ന് പറയും. ഇത് കേട്ട സണ്ണ് ഷോക്കായിട്ട് എന്ത് ബെഡ്റൂമാ? ബെഡ്റൂമിലല്ലേ നമ്മള് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നത്, അപ്പൊ നമുക്ക് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ കാണാന്ന് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നുവ ബായ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്റെ പൊന്നു നുവ, ഇതൊക്കെ ഇത്തിരി കൂടി പോകുന്നുണ്ട്. ഇവന്മാർ എപ്പോഴാ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും സോഫയുള്ള ഓപ്പൺ ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്നാ പഠിക്കുന്നത്. ബെഡ്റൂമിൽ കാണാതെ അവൻ നൈസായിട്ട് ഇന്നലത്തെ കാര്യം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞതാ ചെറുക്കനെ ഒന്ന് പേടിപ്പിക്കാൻ. ഇവൻ പോകുന്നതും നോക്കി ഇങ്ങനെ സണ്ണ് നിൽക്കുവാണ്. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന വൈകിട്ട് ട്യൂഷനാണ്. നുവ ഇങ്ങനെ പഠിച്ച് കുറെ നേരം കഴിഞ്ഞ് ബോറടിക്കുമ്പോഴേക്കും തിരിഞ്ഞ് സണ്ണിനോട് പറയും എനിക്ക് ബോറടിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കും. ഇത് കേട്ട സൺ പതുക്കെ എഴുന്നേറ്റ് നടന്ന് അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൊട്ടിട്ട് പറയും ഓ ഇത്ര പെട്ടെന്ന് നിനക്ക് ബോറടിക്കാൻ തുടങ്ങിയോ? സാരമില്ല പോട്ടെ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. ഇത് കണ്ടത് നുവാക്ക് ഭയങ്കര ഷോക്കായിട്ട് നുവ നോക്കി എന്ത് പറ്റി, എന്റെ അടുത്ത് നിന്ന് ഭയങ്കര കൂളായിട്ട് പെരുമാറുന്നല്ലോ എന്ന് പറയും. ഇത് കേട്ടത് സൺ പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഞാൻ ഇത്ര നാൾ നിന്റെ അടുത്ത് ഭയങ്കരമായിട്ടാണ് പെരുമാറിയത് എന്ന് ചോദിക്കും. ഉടനെ നുവ ചേച്ചിട്ട് പറയും അതെ ഭയങ്കര സാധനമായിട്ടാ പെരുമാറിയതെന്ന് പറയും. എന്നിട്ട് ചിരിച്ചിട്ട് പറയും ഞാൻ വെറുതെ പറഞ്ഞ, നീ ഭയങ്കര ക്യൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സണ്ണിന്റെ കവളി പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം എനിക്ക് വിശക്കുന്നത്, നീ എനിക്ക് നൂഡിൽസ് ചെയ്താന്ന് പറയും. ഉടനെ സണ്ണ് പറയും നൂഡിൽസ് ഒക്കെ ചെയ്തു തരാം, പക്ഷെ നീ ഒന്നും കൂടെ പറ ഞാൻ ക്യൂട്ടാണ് എന്ന് പറയാൻ പറയും. കൊള്ളാം, നുവ ഇടയ്ക്ക് ഒരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കും. അപ്പൊ തന്നെ രണ്ട് കൈയെടുത്ത് രണ്ട് കവളിലും പിടിച്ച് ഇങ്ങനെ കുലുക്കിട്ട് പറയും നീ ഭയങ്കര ക്യൂട്ടാ, ടീച്ചർ സൺ ഭയങ്കര ക്യൂട്ടാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഉടനെ സണ്ണ് എന്ത് ചെയ്യും, അവന്റെ കൈയെടുത്ത് നുവയുടെ കവളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും എന്നെക്കാട്ടിലും ക്യൂട്ട് നീയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുകയാണ് കവളി പിടിച്ച്. എന്റെ പൊന്നെ, ഇതെല്ലാം കൂടെ കണ്ടിട്ട് മനുഷ്യന് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നു. എന്തുപാട് ഇത് റൊമാൻസിനൊക്കെ ഒരളവില്ലേ, ഇതങ്ങ് കോരി അങ്ങ് ഒഴിച്ചേക്കുക. അങ്ങനെ കുറച്ചു കഴിയുമ്പോഴേക്കും നമ്മളെ സണ്ണ് എന്ത് ചെയ്യും, നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കൊണ്ട് കൊടുക്കും. ഇപ്പൊ നൂഡിൽസ് പാത്രം ചൂടല്ലേ, ഇവനിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും നുവ ഇങ്ങനെ തൊട്ടതും അവന്റെ കൈ അങ്ങ് പൊള്ളും. പാവം, പിന്നെ അവന് കോരി കഴിക്കാനേ പറ്റത്തില്ല. ഉടനെ പറയാം എന്റെ കൈക്ക് വയ്യ പൊള്ളി, അതുകൊണ്ട് എനിക്ക് നീ കോരി തരുമെന്ന് ചോദിക്കും. പാവം, ഇവൻ എന്ത് നമ്പർ, ഇവൻ എവിടുന്ന ഈ നമ്പരൊക്കെ പഠിച്ചോ ഞാൻ ആലോചിക്കുന്നത്. സണ്ണിനാണെങ്കിൽ ഇവനോട് ഭയങ്കര സ്നേഹമല്ലേ, നേരത്തെ സ്വഭാവം തന്നെ സണ്ണ് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രേമമായതുകൊണ്ട് എന്തെയും കോരിത്തരാന്ന് പറഞ്ഞ് കോരി കൊടുക്കും. ഉടനെ നുവ ചോദിക്കും നീ കഴിക്കുന്നില്ലേ നിൽക്കും. ഉടനെ സണ്ണൊന്നും വിടത്തില്ല. അപ്പോഴേക്കും നുവ എന്ത് ചെയ്യും, എങ്കിൽ ശരി ഞാൻ കോരിത്തരാന്ന് പറഞ്ഞ് കോരി കൊടുക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവന്റെ കൈക്ക് ഒരു കുഴപ്പമില്ലേ എന്നല്ലേ, ഇവന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, ഇവൻ പറഞ്ഞില്ല ഇവൻ ഭയങ്കര ഉടായിപ്പ. നുവ ആണ് ഇങ്ങനെ ഒരു സ്പൂൺ നൂഡിൽസ് എടുത്ത് അവന്റെ വായി കോരി വെക്കുമ്പോഴേക്കും നൂഡിൽസ് അല്ല ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കും. ഉടനെ അതിന്റെ അടുത്തറ്റം എന്ത് ചെയ്യും, നുവ എടുത്ത് വായിൽ വെക്കും. ഇത് കണ്ടതും ഷോക്കായിട്ട് സണ്ണ് ഇങ്ങനെ ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു നൂഡിൽസ് രണ്ടുപേരും കഴിക്കേണ്ടതായിട്ട് വരത്തില്ലേ? എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, നുവ ആണെങ്കിൽ അവന് കിട്ടുന്ന ഒരു കുഞ്ഞു ചാൻസ് പോലും മാക്സിമം ഉപയോഗിക്കും കേട്ടോ. ബ്രില്യന്റ് അവൻ. ഇങ്ങനെ വേണം സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരാളെ സെറ്റ് ആക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ സെറ്റ് ആക്കിയിരിക്കണം. ആ ഒരു തീമാട്ടോ നുവയുടെ. എനിക്ക് സത്യത്തിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ നിർത്തി എവിടെയായിരുന്നു, നുവയും സണ്ണും ഒരു നൂഡിൽസ് അപ്പുറം ഇപ്പുറം കടിച്ചോണ്ടിരിക്കുക. അപ്പൊ നുവ എന്ത് ചെയ്യും, ഫസ്റ്റ് ആദ്യം ഒരു കടി കടിക്കും, അപ്പൊ കുറച്ചെടുക്കും. ഇത് കണ്ട് ഷോക്കായിട്ട് നമ്മുടെ സണ്ണ് എന്ത് ചെയ്യും, അവനും കുറച്ച് കഴിക്കും. പിന്നെ നമ്മുടെ നുവ കുറച്ച് കഴിക്കും, പിന്നെ സണ്ണ് കഴിക്കും. ഇങ്ങനെ കഴിച്ച് ഫേസ് രണ്ടും ക്ലോസ് ആയിട്ട് വന്നോണ്ടിരിക്കുക. രണ്ടുപേരുടെ ഫേസ് അടുത്ത് വന്നതും നുവ ആണെങ്കിൽ ഇപ്പൊ കിസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരുന്ന കറക്റ്റ് സമയത്ത് ഫോൺ ബെല്ലടിക്കും. അല്ലെങ്കിൽ ഈ നല്ല സമയം മുടക്കാനായിട്ട് എന്തെങ്കിലും വരും, ഒന്നെങ്കിൽ കുക്കർ അല്ലെങ്കിൽ ഫോൺ, എന്തെങ്കിലും കൊണ്ട് അവരത് മുടക്കിക്കും. അങ്ങനെ രണ്ടുപേരും ഷോക്കാവും. രണ്ടുപേരും മാറിയിട്ട് പാനിക്കായിട്ട് രണ്ടുപേരും ഉടനെ സണ്ണ് പറയും വേണ്ട വിട്ടേക്ക് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയും. മതി നീ വാരി തന്നിടത്തോളം മതി. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കും. നമ്മുടെ സണ്ണാണെങ്കിൽ ഒരു മതി ട്യൂഷനൊക്കെ പഠിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാ. കുറച്ച് നടന്ന് പകുതി വരെ എത്തുമ്പോഴേ ഓർക്കുന്നത് ഇന്ന് നുവാക്ക് ഹോംവർക്ക് ഒന്നും കൊടുത്തില്ലല്ലോ, അപ്പൊ അത് കൊടുക്കാന്ന് പറഞ്ഞ നുവാനെ കാണാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും അവിടെ കുറെ ജോലിക്കാരുണ്ടല്ലോ. അതിലൊരു ജോലിക്കാരൻ വന്നിട്ട് പറയും സാർ അകത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരും. താഴെ വന്ന് സണ്ണാണെങ്കിൽ നുവാനെ നോക്കുമ്പോ നുവ വേറൊരു ചെറുക്കനുമായിട്ട് ഇരിക്കുന്നു. ഓ മൈ ഗോഡ്, ഞാൻ ഈ ട്വിസ്റ്റ് ഇത് പ്രതീക്ഷിച്ചില്ല. പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് പോവല്ലായിരുന്നോ? എടേ നുവ, നീ എത്ര ട്യൂഷനാണ് ഈ പഠിക്കുന്നത്? നുവ ആണെങ്കിൽ ആ ചെറുക്കനെ ഹക്ക് ചെയ്ത് ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ സണ്ണിനാണ് ഭയങ്കര സങ്കടമാണ്. ആ കൂടിരിക്കുന്ന ചെറുക്കനാണ് നുവയുടെ തലയിലൊക്കെ പിടിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ സണ്ണിന് ഭയങ്കര സങ്കടമാണ്. ഇതിനെ കോമഡി എന്താന്ന് വെച്ചാൽ ഇവന്റെ കൂടെ ഇവനെ ആക്കാൻ വരുന്ന ഒരു ജോലിക്കാരനുണ്ടല്ലോ, അവനാണ് സണ്ണിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യ. വായും കൂടുള്ള ബോയ് ഫ്രണ്ടും കൂടെ ഭയങ്കര റൊമാൻസ് ആയിട്ട് അത് കണ്ടിട്ട് സങ്കടമായിട്ട് സണ്ണ് അവിടെ നിൽക്കുന്നു. ഉടനെ കോമഡി എന്ന് വെച്ചാൽ ഈ കൂടെ നിൽക്കുന്ന ആള് സണ്ണിന് ഒരു നോട്ടമുണ്ട്, ഇവൻ ഇത് എന്ത് പറ്റിയെന്നുള്ള രീതി. നുവായും ബോയ് ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ ചെറുക്കൻ ചോദിക്കും നീ എന്നെ ഓർത്ത് ഒത്തിരി വിഷമിച്ചോ നോക്കുമ്പോഴേക്കും നുവ ഭയങ്കര ഇതായിട്ട് പറയും പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അവന്റെ തോളോട്ടം കിടക്കും. അവനാണെങ്കിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര
ഭയങ്കര സ്നേഹം അവർ തമ്മിൽ. സത്യം പറയാലോ, ആ ബോയ് ഫ്രണ്ട് ഒടുക്കത്ത ഗ്ലാമർ. രണ്ടുപേരും ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പാവം നമ്മുടെ സണ്ണ്, എന്റെ പൊന്നെ, ഇത് കണ്ട് ഭയങ്കര ഷോക്കായിട്ട് അവൻ ഇപ്പൊ കരയോന്നുള്ള രീതി കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒന്നും ഇട്ടാതെ അവിടെ നിന്ന് പോകും. സണ്ണ് വന്നതും നുവായും ഇവനും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് സണ്ണ് കണ്ടതും ഒന്നും നുവ അറിഞ്ഞിട്ടില്ല. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സണ്ണ് റൂമിൽ വന്നിട്ടാണ്. അന്ന് വന്ന് എന്തുമാത്രം സന്തോഷിച്ചോ അതുപോലെ തന്നെ ഇന്ന് വന്ന് ഭയങ്കര ഷോക്കാണ്. ആദ്യം വന്നതും നുവായും ഇവനും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന എല്ലാ മൂമെന്റ്സും ഒക്കെ ഓർത്തിട്ട് ഇപ്പൊ അവനും ബോയ് ഫ്രണ്ടുമായിട്ട് ഇരിക്കുന്നതൊക്കെ കണ്ട് ഭയങ്കര സങ്കടമായിട്ട് ആ ടീച്ചർ സണ്ണെന്ന് പറഞ്ഞ് ചില്ലിൽ എഴുതി വെച്ചിട്ടില്ലായിരുന്നോ, ആ ജനലിൽ എഴുതി വെച്ച സംഭവങ്ങളെല്ലാം മായിച്ച് ഭയങ്കര ഷോക്കായിട്ട് ബെഡിൽ ഇരുന്ന് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഷോ നല്ല ഹാപ്പി ആയിട്ട് റൊമാൻസ് ആയിട്ട് പൊക്കോണ്ടിരുന്നതാണ്. ഈ നുവ ഇത്ര കോഴിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെ. നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം സണ്ണും നുവാൻ കൂടി ഇന്ന് ട്യൂഷൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. നുവ ഇന്നത്തെ പോലെ തന്നെ കളിച്ച് ചിരിച്ചിട്ടൊക്കെ ഇവനോട് ഓരോന്നൊക്കെ പറയും. പക്ഷെ ഇവനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇവനൊന്നും മിണ്ടാതൊക്കെ ഇരിക്കുന്നത് കണ്ടതും നമ്മുടെ നുവാവിന്റെ കൈ കയറി പിടിക്കുമ്പോൾ ഇവൻ കൈ തട്ടി മാറ്റിയിട്ട് പറയും, എന്റെ ദേഹത്തൊന്നും തുടരുത്, നിന്നോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ, എനിക്ക് വർക്കുണ്ട്, നീ എന്നെ ശല്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറും. കാരണം ഇന്നലെ കണ്ട കാഴ്ച അങ്ങനെയാണല്ലോ. പിന്നെ ഇന്ന് ഇവനോട് കൊഞ്ചിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, സ്വാഭാവികം. അപ്പൊ സംഭവം എന്താണെന്ന് നമ്മുടെ നുവാക്ക് അറിയത്തില്ലല്ലോ. ഇന്നലെ വന്ന് ആ ബോയ് ഫ്രണ്ടുമായിട്ട് ഇരിക്കുന്നത് ഇവൻ കണ്ട് അതുകൊണ്ട് ഇവൻ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നൊന്നും നമ്മുടെ നുവാക്ക് അറിയത്തില്ല. നുവാണ് ചോദിക്കും, എന്ത് പറ്റി ഇന്ന് ഭയങ്കര കലിപ്പായിട്ട് പെരുമാറുന്നത് എന്താന്ന് ചോദിക്കും. ഇത് കേട്ടതും ഭയങ്കര കലിപ്പായിട്ട് സൺ പറയും, ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമല്ലോ, ഞാനത് ഫോക്കസ് ചെയ്ത് ചെയ്യണം, അതിനുവേണ്ടി നീ അടങ്ങിയിരിക്കുന്നത് ഭയങ്കര ദേഷ്യമായിട്ട് പറയും. ഇത് കേൾക്കുമ്പോൾ നുവാക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇന്നലെ വരെ നല്ല കൂളായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് എന്താ ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നതെന്ന് ഓർത്ത് ഇവന് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ കുറെ നേരം സണ്ണിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് വെക്കും, നിനക്കെന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നത്, ഞാൻ അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയെന്ന് പറയും. പക്ഷെ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും നമ്മുടെ സണ്ണ് അനങ്ങത്തുമില്ല. അവനൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കുവാണ്. ഇവനിങ്ങനെ മിണ്ടായിരിക്കുമ്പോഴേക്കും നുവ പിന്നെയും ചോദിക്കും, നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ കൈ കയറി പിടിക്കും. കൈ കയറി പിടിച്ചത് സണ്ണ് ഭയങ്കര ദേഷ്യമായിട്ട് തട്ടിയിട്ടിട്ട് പറയും, എന്റെ ദേഹത്തോടല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നിനക്ക് കൂടെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുന്ന ഭയങ്കര ദേഷ്യത്തിൽ പറയും. ഇവൻ എപ്പോഴും ഭയങ്കര കൂളായിട്ട് ചിരിച്ചോണ്ടിട്ട് പെട്ടെന്ന് ഇത്രയും ദേഷ്യത്തിൽ പറയുമ്പോൾ നുവാക്ക് ഭയങ്കര സങ്കടമാവും. പക്ഷെ നുവാക്ക് മനസ്സിലാവും എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മനസ്സിലാവും ഇവന്റെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ. ഉടനെ നുവ ചോദിക്കും, നമുക്ക് ഇനി എത്ര ക്ലാസ് ഉണ്ട് എന്ന് ചോദിക്കും. ഉടനെ സാറിന് പറയും, ഇതാ നമ്മളെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയും. ഇത് കേട്ടത് നുവാക്ക് ഭയങ്കര സങ്കടമാവും. ഉടനെ നുവ ചോദിക്കും, ഞാൻ ഇനി നിനക്ക് പേ ചെയ്യാം, നീ ഇനി എന്നെ വന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. ഭയങ്കര സങ്കടമായിട്ടാണ് ചോദിക്കുന്നത്. പറയും, ഇല്ല, ഞാൻ ഇനി നീ എത്ര പറഞ്ഞാലും ഞാൻ നിന്നെ വന്ന് പഠിപ്പിക്കത്തില്ല, കാരണം ഞാൻ പഠിപ്പിച്ചതിൽ ഏറ്റവും മോശമായ സ്റ്റുഡന്റ് നീയാണെന്ന് പറയും. എന്റെ പൊന്നോട് ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയണ്ടായിരുന്നു. നുവാക്ക് ഭയങ്കര സങ്കടമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് പറയും, പക്ഷെ എന്നെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല ടീച്ചർ നീയാണെന്ന് പറയും. നമുക്കൂടെ സങ്കടം വരും, നുവയുടെ മുഖം കാണണം. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സണ്ണ് പോകാൻ ഇറങ്ങുവാണ്. നുവയാണ് ഭയങ്കര സങ്കടമായിട്ട് ഇവന്റെ പുറകെ വരും. ഉടനെ സണ്ണാണെങ്കിൽ ഇങ്ങനെ പറയണോ വേണ്ടയോ എന്ന് ഓർത്തിട്ട് തിരിച്ചിട്ട് പറയും, ഗുഡ് ലക്ക് എന്ന് പറയും. സമയം കിട്ടുവാണെങ്കിൽ നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമോ എന്ന് വെക്കും. ഉടനെ സൺ പറയും, ഉറപ്പായിട്ടും വരും, കാരണം നിന്റെ എക്സാം പേപ്പർ എന്റെ ഇരിക്കുമല്ലേ, ആ പേപ്പറൊക്കെ തിരിച്ചു തരാൻ വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് സണ്ണ് അങ്ങ് നടന്നു പോകും. സണ്ണ് പോകുന്നത് നോക്കി നുവയാണ് ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് പുറത്ത് വന്നിട്ട് നമ്മുടെ സണ്ണും ഭയങ്കര സങ്കടപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം കോളേജിലാണ്. പുത്തന്തിയെയും കുറച്ച് പൈസ കൊണ്ട് സണ്ണിന്റെ കൊടുത്തിട്ട് പറയും, നീ നുവാക്ക് ട്യൂഷൻ എടുത്തതിന്റെ പൈസ ഇടാ ഇത് എന്ന് പറയും. സണ്ണുടനെ പൈസ മേടിക്കും. എന്നിട്ട് ഉടനെ പുട്ട് പറയും, ഇന്ന് അവൻ എന്താ ഇന്റർവ്യൂ അല്ലേ, നീ പോയി അവനെ ചിയറപ്പൊന്നും ചെയ്യുന്നില്ലേ, പോകുന്നില്ലേ എന്ന്. സണ്ണ് ഭയങ്കര സങ്കടമായിട്ട് പറയും, ഓ ഞാൻ എന്തിനാ പോകുന്നത്, അവന് വേറെ ആരെങ്കിലും ഒക്കെ കാണും, അവരൊക്കെ ചെയ്തോളൂ എന്ന് പറയും. ഓക്കെ ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞ് പുത്ത് അങ്ങോട്ട് പോകും. ഇവനാണ് കോളേജിൽ തന്നെ നിൽക്കുകയാണ്, ഈ പൈസയും കൈമേടിച്ച് നോക്കിക്കൊണ്ട്. ഇതേ സമയം നമ്മുടെ നുവാണ് മോളിൽ നിന്ന് സണ്ണ് താഴെ നിൽക്കുന്ന കാണും. കണ്ടത് ഓട്ടി വന്നിട്ട് മേളിൽ നിന്ന് വിളിച്ചറിയും, പോകരുത് ഞാൻ വരുവാന്ന് പറയും. പക്ഷെ ഇവനിങ്ങനെ പറയുന്നൊന്നും കേൾക്കാതെ സണ്ണ് അങ്ങ് നടന്നു പോകും. നുവ സ്റ്റെപ്പ് ഇറങ്ങി ഓടി ഇവന്റെ അടുത്ത് വന്നിട്ട് പറയും, നിക്ക് എന്ന് പറഞ്ഞിട്ട് പറയും, എന്നെ കാണാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ എന്ന് പറയും. സണ്ണ് പറയും, ആ വരത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ വന്നെന്താന്ന് വെച്ചാൽ നിന്റെ ടെസ്റ്റ് പേപ്പർ തരാൻ വന്നയാന്ന് പറഞ്ഞിട്ട് ബാഗിന്ന് ടെസ്റ്റ് പേപ്പർ ഒക്കെ എടുത്ത് ഇവന് തിരിച്ചു കൊടുക്കും. പേപ്പറെല്ലാം കൈ മേടിച്ചിട്ട് നമ്മുടെ നുവ എന്ത് ചെയ്യും, ഉടനെ ഫോൺ എടുത്ത് ലൈവ് ഇട്ട് പറയും, നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നില്ലേ ഞാൻ ഇന്റർവ്യൂ എങ്ങനെ പാസ്സായെന്ന്, ഇതിന് പാസ്സാകാൻ എന്നെ സഹായിച്ചത് എന്റെ ടീച്ചർ സണ്ണാന്ന് പറഞ്ഞിട്ട് ഇവനെ കാണിക്കും. ഇങ്ങനെ ലൈവില് സണ്ണിനെ കാണിച്ചത് സണ്ണിന് ഒരുമാതിരിയായിട്ട് ഇവനെ കൈ പിടിച്ച് കൂലിക്കൊണ്ടിരിക്കും, നീ എന്തുവാ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. എന്നാൽ സണ്ണ് ഇങ്ങനെ പറയുന്നൊന്നും മൈൻഡ് നുവ അങ്ങ് ലൈവില് സംസാരിച്ചോണ്ടിരിക്കുക. സണ്ണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല ടീച്ചറാണ്, സണ്ണ് കാരണമാണ് അവൻ ഇന്റർവ്യൂ പാസ്സായത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കുറെയൊക്കെ പറഞ്ഞിട്ട് പറയും, എനിക്ക് ടീച്ചർ സണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ടീച്ചർ സണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ സണ്ണ് പറയും, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നോ, അപ്പൊ നീ വേറെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ അല്ലേന്ന് ചോദിക്കും. നുവ ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കും, ആർക്ക്, എനിക്ക് വേറെ ആളെ ഇഷ്ടമാണോ, ആരെയാ പറയുന്നത് എന്ന് ചോദിക്കും. സണ്ണ് പറയും, ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിൽ വന്നായിരുന്നു, അന്ന് ഒരാളുമായിട്ട് നീ ഭയങ്കര ക്ലോസ് ആയിട്ടിരുന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും. അത് വേറെ ആരും അല്ല, അതെന്റെ സീനിയർ ആണ്, ഞങ്ങൾ രണ്ടും കൂടെ പുള്ളിയുടെ പുതിയ ഏതോ പ്രോജക്റ്റിന് വേണ്ടി ഡ്രാമ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, അല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറൊന്നുമില്ല, അത് കണ്ടിട്ടാണ് ഇത്രയും ദിവസം എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കും.
പക്ഷേ ഇതായിരുന്നു അപ്പൊ കാര്യം, വെറുതെ നമ്മളും കൂടെ തെറ്റിദ്ധരിച്ചു നുവാനെ. നുവ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും സണ്ണിന് മനസ്സിലാവും. സണ്ണിനെല്ലാം മനസ്സിലായി കഴിയുമ്പോ ചോദിക്കും, ഓ നിനക്ക് എന്നെ ഇഷ്ടമാണോ, അങ്ങനെയാണെങ്കിൽ എപ്പോ തൊട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ നുവ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ വന്ന് ചേർന്നപ്പോഴേക്കും, ഫസ്റ്റ് ഇയർ വരുമ്പോ എല്ലാവർക്കും വെൽക്കമിന് ഓരോ പരിപാടിയൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ കണ്ണ് കെട്ടി കളിക്കുമ്പോഴേക്കും ഇവർ രണ്ടും അടുത്തടുത്താണ് നിന്ന് കളിക്കുന്നത്. കളിച്ച് 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 ഒരു പേപ്പർ കടിക്കാൻ വരുമ്പോ രണ്ടുപേരും കൂടെ അറിയാതെ കിസ് ചെയ്യും. പക്ഷേ സണ്ണിന് മനസ്സിലായില്ല കിസ് ചെയ്തെന്ന്. പക്ഷെ നുവാക്ക് മനസ്സിലായി. നുവാക്ക് കുറച്ച് ഹൈറ്റ് കുറവല്ല, അതുകൊണ്ടായിരിക്കും. ഉടനെ അവൻ പെട്ടെന്ന് തന്നെ കണ്ണൂരിട്ട് ഇവനെ നോക്കും. ഇവൻ കണ്ണൊന്നും ഊരത്തില്ല, ഇവൻ ഡാൻസ് കളിച്ച് അങ്ങ് നടക്കും. അന്ന് തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയും. എന്നിട്ട് പറയും, നീ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു, അപ്പോഴാണ് നീ ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന്, അങ്ങനെ ഞാൻ നിന്നെ കണ്ടുപിടിച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും സണ്ണ് പറയും, ഓ ശരി ശരി, പക്ഷേ ഞാൻ നിന്നെ ട്യൂഷൻ എടുക്കാൻ വന്നില്ലായിരുന്നു, നീ എന്നോട് എങ്ങനെ പറഞ്ഞേനെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറഞ്ഞേനെ. നുവ ചിരിച്ചിട്ട് പറയും, നീ എന്നെ ടീച്ച് ചെയ്യാൻ വന്നത് തന്നെ ഞാനും പുത്തും കൂടെ റെഡിയാക്കിയ ഒരു പ്ലാൻ ആണ് എന്ന് പറയും. ഓ ഇത് ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അതായത് പുത്തുമായിട്ട് ഇവര് പ്ലാൻ ചെയ്തിട്ടാണ് ഇവരെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വരുത്തിച്ചത്. ആ ശരിയാ കാര്യം, ആദ്യം ട്യൂഷൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് സണ്ണ് പിണങ്ങി പോകുമ്പോഴേക്കും നമ്മുടെ പുത്ത് നുവാനെ നോക്കിയിട്ട് തല ഇങ്ങനെ ആട്ടോ, അവൻ ട്യൂഷൻ എടുക്കത്തില്ല എന്ന് തോന്നുന്നു പറഞ്ഞിട്ടാണ് ഓടിപ്പോയി അവന്റെ കൈ പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ കൈ പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പുത്താണ് ഭയങ്കര കരച്ചില് കണക്ക് കരഞ്ഞ്, നീ ഫ്രണ്ടിന് വേണ്ടി സഹായിക്കത്തില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാണ് ഇവനെ ട്യൂഷൻ എടുക്കാൻ സമ്മതിപ്പിക്കുന്നത്. ഇങ്ങനെ പുത്തും കൂടെ ചേർന്നാണ് ട്യൂഷൻ എടുപ്പിച്ചതെന്ന് അറിയുമ്പോഴേക്കും സണ്ണ് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നീ വന്ന് നമ്മൾ രണ്ടോടെ കുറച്ച് ക്ലോസ് ആയിരുന്നാ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചാൽ, അന്ന് രാത്രി നീ എന്നെ വീട്ടിലാക്കാൻ വന്നില്ലേ, ഞാനന്ന് കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അന്ന് നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ പറ, എപ്പോഴാ നിനക്ക് എന്നെ ഇഷ്ടമാകാൻ തുടങ്ങിയത് എന്ന് നുവ ചോദിക്കും. സണ്ണിന് ഭയങ്കര നാണായിട്ട് പറയും, അന്ന് നമ്മൾ ഒരുമിച്ച് ബുക്കൊക്കെ മേടിക്കാൻ പുറത്തു പോയില്ലേ, അപ്പോഴാ ഇഷ്ടമായതെന്ന് പറയും. ഇവര് ബുക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരുന്ന് ഗെയിം ഒക്കെ കളിക്കത്തില്ലേ, അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഇവൻ കുറെ ഫോട്ടോ ഒക്കെ നുവ കാണാതെ എടുക്കും. അന്നോട്ടാ എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമായതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നുവക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സണ്ണിന്റെ കവിളിലൊരു കിസ് കൊടുക്കും. സണ്ണാണ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓർക്കുന്നത്, ലൈവിൽ ഈ കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്, ഇവർ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ലൈവിൽ പോവുകയാണ്. ഇത് കണ്ടതും ഉടനെ സണ്ണ് കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ നുവാക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നുവ ലൈവ് ഓഫ് ചെയ്യും. ഇവനങ്ങോട്ട് ലൈവ് ഓഫ് ചെയ്തതും സണ്ണ് എന്ത് ചെയ്യും, ഇവനെ ഹഗ് ചെയ്ത് അടുത്തോട്ട് വലിച്ചടുപ്പിച്ചിട്ട് വെക്കും. എന്റെ വാശിക്കാരനായ സ്റ്റുഡന്റ് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് വെക്കും. ചോദിച്ചു തീർന്ന് നുവാണ് ഒരു താമസം പോലും ഇല്ല, അത് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം നുവ ഭയങ്കര കഷ്ടപ്പെട്ട് സണ്ണിനെ സെറ്റ് ആക്കാനായിട്ടല്ലേ. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന കുറെ നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ നുവ ആണെങ്കിൽ ബെഡിൽ കിടന്നുകൊണ്ട് ഡ്രാമ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഡ്രാമ കാണുമ്പോൾ ഓടി വന്ന് സണ്ണ് അടുത്ത് കിടന്നിട്ട് ഇവനെ ചുമ്മാ അങ്ങ് ശല്യം ചെയ്തോണ്ടിരിക്കുക, ഞോണ്ട് അവന്റെ പുറത്ത് കയറി കിടക്കുക, കിസ് ചെയ്യാൻ വരുന്ന രീതിയിലൊക്കെ കിടക്കുക. അപ്പം പറയും, നീ അടങ്ങിയിരിക്കുന്ന പറയും. നുവാണ് പോപ്കോൺ കഴിച്ചോണ്ടിരിക്കുക. ഉടനെ സൺ പറയും, എനിക്ക് എടുത്ത് എന്റെ വായി വെച്ചെന്ന് പറയും. ഉടനെ നുവ പറയുന്നതിനൊക്കെ എന്താ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ മേലെ നിൽക്കും. എന്താ പറയാ, എടുത്ത് താന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ സൺ എന്ത് ചെയ്യും, ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു പോപ്കോൺ എടുത്ത് വായി വെച്ചിട്ട് കിസ് ചെയ്തെടുത്തോളാൻ പറയും വായിന്ന്. നുവാടെ മൈൻഡ് പോലും ചെയ്യത്തില്ല. സണ്ണാണ് ജമ്മി ഇരിക്കുവാണ്. നുവ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു രക്ഷയില്ല, ഇവൻ അടുക്കുന്ന ഒരു രക്ഷയില്ല. ഇതേ കറക്റ്റ് സമയത്ത് ടിവിയിൽ ഇങ്ങനെ കാണിക്കും, ഈ വാൽ നക്ഷത്രം പോലെ ഒരു സാധനം പോവുമല്ലോ, അപ്പൊ അതിനെ കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുമെന്ന് ഭയങ്കര വിശ്വാസമായി. ഇത് കണ്ടത് ഉടനെ തന്നെ നുവ പറയും, ബാബാ നമുക്ക് പുറത്തു പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് സണ്ണിനെ വിളിച്ചോണ്ട് പോകും. രണ്ടുപേരും കൂടെ ബാൽക്കണിയിൽ പോയിന്ന് സ്റ്റാർ ഇങ്ങനെ നോക്കിയിട്ട് രണ്ടുപേരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നുവ ഇങ്ങനെ തിരിഞ്ഞിട്ട് സണ്ണോട് ചോദിക്കും, നീ എന്തുവാ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും സണ്ണ് മറ്റേ സംഭവം ഉണ്ടല്ലോ, അതായത് പോപ്കോൺ വായിൽ വെച്ചിട്ട് നമ്പർ ഇടാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ, അത് മനസ്സിൽ വെച്ചിട്ട് പറയും, ഇന്ന് രാത്രി നിന്നെ ഹക്ക് ചെയ്ത് കിടക്കാൻ പറ്റണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത്, എന്താ അത് നടക്കുമോന്ന് കേട്ടത് നുവ ശരിക്കും. ഉടനെ സണ്ണ് ചോദിക്കും, നീ എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോ, നീ പഠിച്ച സ്കൂളിലെ എസ് മാസ്റ്ററാടാ ഞാനെന്നുള്ള രീതിയിൽ നമ്മുടെ നുവ പറയും, ലൈഫ് ലോങ് നിന്നെ ഹക്ക് ചെയ്ത് കിടക്കാൻ പറ്റണേന്നാ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയും. ഇത് കേട്ടത് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അവർ കിസ് ചെയ്യും. അപ്പം പുറകെ കൂടെ ഷൂട്ടിംഗ് സ്റ്റാർ പോവും. അങ്ങനെ നമ്മുടെ പിള്ളേർ നല്ല ഹാപ്പി എൻഡിങ്ങിൽ വന്ന് പിള്ളേർക്ക് ഒരു ഹാപ്പി എൻഡിങ് കിട്ടിയത് നമുക്കും ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ് ഞാൻ പ്രതീക്ഷിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു സ്റ്റോറി ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.